ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരാൾക്ക് പരമാവധി 4 വിവാഹം വരെയാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമിക ആ വീക്ഷണം നമുക്ക് എത്തിച്ചേർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 വിവാഹങ്ങൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഈ 11 വിവാഹങ്ങൾ കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതര മതസ്ഥരോട് നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും, പ്രവാചകനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രവാചകൻ ഒരു സ്ത്രീ ലംബടനാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പ്രവാചകൻ 11 വിവാഹം കഴിച്ചത് എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട്. പ്രവാചകൻ ഇത്തരം 11 വിവാഹം കഴിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എന്താണ് അതിൻ്റെ ഒന്ന് വിശദീകരിച്ചത്? സുഹൃത്തിൻ്റെ ചോദ്യം, നമ്മെ 4 കല്യാണങ്ങൾ മാത്രം നടത്താൻ സമ്മതിച്ച പടച്ചോൻ എന്തേ പ്രവാചകന് 11 വിവാഹം നടത്തുവാൻ അനുവാദം നൽകിയത്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും വിമർശകന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ത്രീലമ്പടത്വം ആരോപിക്കാറുണ്ട്. ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്ക് ആദ്യം ഈ സംസാരത്തിൻ്റെ 2ാമത്തെ ഭാഗം എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശകന്മാരുടെ, വിശേഷിച്ചും യുക്തിവാദികളായ വിമർശകന്മാരുടെ വീക്ഷണത്തിൽ സ്ത്രീലമ്പടനായ മനുഷ്യനാണ്. അദ്ദേഹം സ്റ്റെറിയാസിസ് എന്ന രോഗത്തിന് അടിമയായിരുന്നു എന്നാണ് ഇടമറുക എഴുതിയത്. സ്റ്റെറിയാസിസ് എന്നാൽ സ്ത്രീകളോട് അമിതമായ പ്രതിപത്തി തോന്നുന്ന, ലൈംഗികമായ താല്പര്യം അമിതമായി തോന്നുന്ന ഒരു അസുഖമാണ് സ്റ്റെറിയാസിസ്. ഈ രോഗത്തിന് അടിമയായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നഊദു ബില്ലാഹ് ഇടമറുക എഴുതിയത്. എന്താണ് വസ്തുത? യുക്തിവാദികളോട് യുക്തിയുടെ വീക്ഷണത്തിലാണല്ലോ സംസാരിക്കേണ്ടത്. അവരുടെ യുക്തിബോധത്തെ തുറന്നു വെക്കാൻ പറഞ്ഞുകൊണ്ട് സുഹൃത്ത് സംസാരിക്കാൻ തുടങ്ങുക. മുഹമ്മദ് എന്ന മനുഷ്യൻ, അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രവാചകത്വം അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാം പ്രവാചകനെ ഒരു സാധാരണ മനുഷ്യനായി അവരുടെ മുന്നിൽ അവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കുക. യുക്തിയുടെ ബോധം ഉപയോഗിച്ച് അവർ അളക്കട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് ചെറുപ്പകാലം മുതൽക്ക് തന്നെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം സത്യസന്ധനാണ്, സുമുഖനാണ്, സുന്ദരനാണ്. അങ്ങനെയുള്ള മുഹമ്മദ് എന്ന വ്യക്തി അവർ അളക്കുന്ന, അവിടുത്തെ അറേബ്യയിലെ ആളുകൾ അളക്കുന്ന മാനദണ്ഡങ്ങളിൽ സമ്പത്തൊഴിച്ച് ബാക്കി എല്ലാ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാലും വിവാഹത്തിന് സ്ത്രീകൾ മുഴുവനും കൊതിക്കുന്ന വ്യക്തിത്വം, ഒരു തരത്തിലുമുള്ള അധാർമികതകളില്ലാത്ത ജീവിതം, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ശാരീരിക പ്രകൃതി, തറവാടിത്തമാണെങ്കിൽ അവിടുത്തെ ഏറ്റവും കുലീനമായ തറവാട്. ഇങ്ങനെയുള്ള മുഹമ്മദ് എന്ന വ്യക്തി അദ്ദേഹം 25ാമത്തെ വയസ്സിൽ ഒരു വിവാഹം കഴിക്കുന്നു. ആരെയാണ് വിവാഹം ചെയ്യുന്നത്? 40 വയസ്സുകാരിയായ ഒരു വിധവയെ. ശ്രീലമ്പടനായ ഒരു മനുഷ്യന്റെ പ്രവർത്തനമായി ഏത് യുക്തിബോധം വെച്ചിട്ടാണ് അവർ അളക്കുക? ഏത് യുക്തിബോധമാണ് അളക്കണം? അവരളക്കേണ്ടത് യുക്തിബോധം വെച്ചിട്ടാണല്ലോ അളക്കണം. ഒരു അദ്ദേഹം ആഗ്രഹിച്ചാൽ, അദ്ദേഹം ആവശ്യപ്പെട്ടാൽ ഏത് സ്ത്രീകളും, ഏത് യുവതികളും, ഏത് കന്യകകളും വിവാഹത്തിന് സന്നദ്ധമാകുമായിരുന്ന വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥൻ, സൗന്ദര്യത്തിലായിരുന്നാലും തറവാടിത്വത്തിലായിരുന്നാലും മറ്റ് തലങ്ങളിലായിരുന്നാലും എല്ലാം അത്തരം വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥൻ. അദ്ദേഹം ആദ്യത്തെ വിവാഹം ഒരു വിധവയെയാണ് കഴിക്കുന്നത്. അതും അദ്ദേഹത്തെക്കാൾ 15 വയസ്സ് കൂടുതലുള്ളൊരു സ്ത്രീയെ. 1. 2, അദ്ദേഹം ഈ ആശയം പറയാൻ ആരംഭിക്കുന്നു 40ാമത്തെ വയസ്സിൽ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലെ ഇഷ്ടപ്പെട്ട വ്യക്തിയായി ജീവിച്ചു കൊണ്ടിരിക്കെ തന്നെ അവർക്കിഷ്ടമില്ലാത്ത ഏറ്റവും വലിയൊരു തത്വം പ്രസംഗിക്കാൻ തുടങ്ങുന്നു, സംസാരിക്കാൻ തുടങ്ങുന്നു, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങുന്നു. സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യനെന്നും അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്നും എങ്കിൽ മാത്രമേ മരണാനന്തരമുള്ള സ്വർഗപ്രവേശത്തിന് അർഹരാവുകയുള്ളൂ എന്നും അതല്ലെങ്കിൽ മരണത്തിന് ശേഷം നരകത്തിലേക്കാണ് മനുഷ്യർ നയിക്കപ്പെടുക എന്നുമുള്ള തത്വം പറയാൻ, പഠിപ്പിക്കാൻ, പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് ശത്രുക്കൾ പറഞ്ഞു, എന്താ മുഹമ്മദേ നിന്റെ ലക്ഷ്യം? നിനക്ക് അധികാരമാണോ? അധികാരം തരാം.
ഇവിടുത്തെ അധികാര സ്ഥാനത്ത് നീ വാഴ്ന്നു കൊള്ളുക. കാരണം നിന്നെപ്പോലെ അധികാരത്തിന് പറ്റുന്ന ഒരാൾ ഉള്ളതായി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കെല്ലാം ദൗർബല്യങ്ങളുണ്ട്. നിനക്കൊരു ദൗർബല്യവും ഉള്ളതായി ഞങ്ങൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികാരത്തിന് നീയാണ് ഏറ്റവും കൂടുതൽ അർഹൻ. അധികാരം നൽകുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഇനി നിനക്ക് സമ്പത്താണോ വേണ്ടത്? എത്ര സമ്പത്ത് വേണം നിനക്ക്? നീ ആവശ്യപ്പെട്ടാ പോരെ, സമ്പത്ത് തരാൻ ഞങ്ങൾ തയ്യാറല്ലേ. ഇനി നിനക്ക് പെൺകുട്ടികളെയാണോ ആവശ്യം? എങ്കിൽ ഈ മക്കയിലെ സൗന്ദര്യധാമങ്ങളെ നിനക്ക് വേണ്ടി നൽകുവാൻ ഇവിടെയുള്ള എല്ലാവരും തയ്യാറാണല്ലോ, പിതാക്കൾ തയ്യാറാണല്ലോ. പിന്നെ എന്താണ് പ്രശ്നം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തിവാദിയുടെ വീക്ഷണത്തിലുള്ള ശ്രീലമ്പടനായ മനുഷ്യൻ നൽകുന്ന മറുപടി, നിങ്ങളുടെ കൊള്ള മുതലോ സൗന്ദര്യമോ പെൺകുട്ടികളോ ഒന്നുമല്ല എനിക്കാവശ്യം. പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ നിലകൊണ്ടുകൊണ്ട് ജീവിക്കുക. ഒന്നുകിൽ ഈ ജീവിതത്തിന്റെ ഈ സന്ദേശത്തിന്റെ പ്രചാരണ രംഗത്തെ വിജയം, അതല്ലെങ്കിൽ പ്രചാരണത്തിന്റെ പാതയിലുള്ള മരണം. ഇതിൽ രണ്ടാലൊന്ന് മാത്രമേ എനിക്ക് കരണീയമായിട്ടുള്ളൂ. ശ്രീലമ്പടനായൊരു മനുഷ്യന്റെ മറുപടി. ഇനി യുക്തിയുടെ ഏത് കോണിൽ വെച്ചുകൊണ്ടാണ് ഇവർ അളക്കുക? നമുക്ക് പരിശോധിക്കണം. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 53 വർഷക്കാലം കഴിയുന്നു. 53 വർഷക്കാലം. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ 50 വയസ്സുകൾക്ക് ശേഷം പ്രിയ പത്നിയായിരുന്ന ഈ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നു. മരണപ്പെട്ടതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീടുള്ള വിവാഹങ്ങളെല്ലാം കഴിക്കുന്നത്. നാം അറിയുക, ആ വിവാഹം കഴിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീന രാജ്യത്തിന്റെ രാജാവാണ്. ഖലീഫയാണ് റസൂലുള്ളാഹ്, ഖലീഫയാണ് പ്രവാചകൻ. ആ ഖലീഫയായ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഏത് തലം വെച്ച് നോക്കുകയാണെങ്കിലും അവിടുത്തെ ഏത് മനുഷ്യരും, ഏതാളുകളും, അന്നത്തെ അളവുകോലുകൾ വെച്ചുകൊണ്ട് ഏതാളുകളും അദ്ദേഹത്തിന് കന്യകകളായ തങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ 100% സന്നദ്ധരാകും. യാതൊരു സംശയവും വേണ്ട. കേവലം മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ രാജാക്കന്മാരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അവരുടെ തറവാടിത്വത്തിന്റെയും അവരുടെ ഔന്നത്യത്തിന്റെയും എല്ലാം ലക്ഷണമായി പരിഗണിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടാൽ ഏറ്റവും സുന്ദരികളായ, ഏറ്റവും സുശീലകളായ, ഏറ്റവും കന്യകകളായ സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാകും. പക്ഷേ പ്രവാചകന്റെ ജീവിതത്തിൽ ആകെ ഒരു കന്യക മാത്രമേ അദ്ദേഹത്തിന്റെ ഭാര്യയായി വന്നിട്ടുള്ളൂ, ആയിഷ റളിയല്ലാഹു അൻഹ. മറ്റെല്ലാവരും വിധവകളാണ്. അധികവും വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകന്റെ പത്നിമാരായി മാറുന്നത്. എന്തിനു വേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനങ്ങളുടെ നേതാവ് എന്ന് പറയുമ്പോൾ കേവലം പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങളെ നയിച്ച വ്യക്തിയല്ല, മറിച്ച് ജനങ്ങൾക്ക് മാതൃകാ യോഗ്യനായി നിലകൊണ്ടുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നിന്ന വ്യക്തിയാണ്. എങ്ങനെയാണ് വിവാഹത്തിലൂടെ മാതൃകാ യോഗ്യനാകുന്നത്? അറിയണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ സമൂഹത്തിലെ വിധവകളുടെ പ്രശ്നമുണ്ടായപ്പോ, സമൂഹത്തിൽ ബഹുഭാര്യത്വം അനുവദിക്കപ്പെട്ട ഏത് സമൂഹത്തിലായിരുന്നാലും വൈധവ്യത്തിന്റെ പ്രശ്നം ഉണ്ടായ സമയത്ത് ആ വിധവകളെ, വിശേഷിച്ചും വാർദ്ധക്യത്തിന്റെ അവസ്ഥ എത്തിക്കഴിഞ്ഞ വിധവകൾ, അവരിൽ പലരും എങ്ങനെയായിരുന്നു എന്നറിയാമോ? നാം മനസ്സിലാക്കണം. സ്വന്തം മാതാപിതാക്കൾ ഷിർക്കിന്റെ കയത്തിൽ കുഫറാണ്, അവർ അമുസ്ലിങ്ങളാണ്. പക്ഷേ ഭർത്താവും അവരും ഇസ്ലാം സ്വീകരിച്ചു, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പ്രവാചകന്റെ പത്നിമാർ മാത്രമല്ല, മറ്റുള്ള പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാം രാഷ്ട്ര സംവിധാനത്തിൽ ഉണ്ടായ യുദ്ധങ്ങൾ, ആദർശ സംരക്ഷണത്തിന് വേണ്ടി നടന്ന യുദ്ധങ്ങളിൽ അവരുടെ ഇണകൾ, ഭർത്താക്കന്മാർ മരണപ്പെട്ടു. വാർദ്ധക്യത്തിലാണിവർ. ഇവരെ ആരേറ്റെടുക്കണം? ഇവരെ ആര് സംരക്ഷിക്കണം? ഇവർക്കാര് തണലേകണം? പ്രവാചകൻ പറഞ്ഞു, വാർദ്ധക്യത്തിലാണെങ്കിലും അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവരെ ഇണകളായി സ്വീകരിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാവുക. സഹാബിമാരോടുള്ള കൽപ്പന, നിങ്ങൾ സന്നദ്ധരാവുക എന്ന് അവരുടെ നേരെ ചൂണ്ടി സംസാരിക്കുന്നതിന് മുൻപ് പ്രവാചകൻ സ്വന്തം ജീവിതത്തിന്റെ ദൗത്യമായി അത് ഏറ്റെടുത്തു. അവരെ, അത്തരം ആളുകളെ വിവാഹം കഴിച്ചുകൊണ്ട് മാതൃകയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ലൈംഗികതയുടെ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർക്ക് പ്രവാചകന്റെ വിവാഹങ്ങളെ വിലയിരുത്താൻ കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നടത്തിയ ഓരോ വിവാഹങ്ങൾക്കും സാമൂഹികമായൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പരിശോധിച്ചാൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ കന്യകകളെ, സുന്ദരികളെ, യുവതികളെ വിവാഹം കഴിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം മാതൃകാ യോഗ്യനാകുകയായിരുന്നു. ആ രംഗത്ത് ലൈംഗികതയുടെ അതിപ്രസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. എന്നാൽ റസൂൽ ഒരു നല്ല ഭർത്താവായിരുന്നു, സംശയമൊന്നും വേണ്ട. ഒരു പൂർണ്ണ പുരുഷനായിരുന്നു, സംശയമൊന്നും വേണ്ട. ഈ സ്ത്രീകൾക്ക് ലൈംഗികതയുടെ വിഷയത്തിലായിരുന്നാലും മറ്റ് ജൈവികമായ കാര്യങ്ങളുടെ കാര്യത്തിലായിരുന്നാലും പ്രവാചകന്റെ പത്നിമാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു കംപ്ലൈന്റും പറയാനുണ്ടായിരുന്നില്ല എന്ന വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിൽ ലൈംഗികത ഗവേഷണം ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ യുക്തിബോധത്തെയും തങ്ങളുടെ ഭൗതിക നിലവാരത്തെയുമെല്ലാം അവഗണിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് അദ്ദേഹത്തിൽ ലൈംഗികത ആരോപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇനി എന്തുകൊണ്ട് പ്രവാചകന് കൂടുതൽ അനുവദിച്ചു? പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 3-ാമത്തെ വചനം മുഖേനയാണ് വിവാഹത്തിന്റെ എണ്ണം 4-ൽ പരിമിതപ്പെടുത്തപ്പെട്ടത്. അതിനു മുൻപ് അറേബ്യൻ സമൂഹത്തിൽ ഇഷ്ടം പോലെ വിവാഹം കഴിക്കാമായിരുന്നു. ഇഷ്ടം പോലെ വിവാഹം കഴിക്കുകയും ഇഷ്ടം പോലെ വിവാഹമോചനം ചെയ്യുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 3-ാമത്തെ വചനത്തിന്റെ അവതരണത്തോടു കൂടി വിവാഹത്തിന്റെ എണ്ണം 4-ൽ പരിമിതപ്പെടുത്തി. ആ 4-ൽ പരിമിതപ്പെടുത്തപ്പെട്ട സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ കുറിച്ച് ഇസ്ലാമിക സങ്കല്പം അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, സത്യവിശ്വാസികളുടെ മാതാക്കളാണ്. അവരിൽ 4 എണ്ണത്തിൽ കൂടുതലുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹമോചനം ചെയ്താൽ സത്യവിശ്വാസികളുടെ മൊത്തത്തിലുള്ള മാതാക്കൾ എന്നുള്ള നിലക്ക് അവരെ മറ്റുള്ളവർക്ക് വിവാഹം ചെയ്യാൻ സാധ്യമല്ല. മാതാവിന് വിവാഹം ചെയ്യാൻ പറ്റുമോ? സാധ്യമല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ നിയമം പടച്ചതമ്പുരാൻ പഠിപ്പിച്ചു. ഏതാണ്? അവരെ നിലനിർത്തുക എന്ന നിയമം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകൾക്കുള്ള സൗകര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ എടുത്തു കളഞ്ഞും ചെയ്തു. അത് സൂറത്ത് അഹ്സാബിൽ നിങ്ങൾക്ക് കാണാം 33-ാമത്തെ അധ്യായത്തിൽ. എന്താ? ബാക്കിയുള്ള സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നിയമം വന്നതിന് ശേഷം അനിവാര്യമായ ഘട്ടത്തിൽ ഒരു സ്ത്രീയെ തലാഖ് ചെല്ലുകയും മറ്റൊരു സ്ത്രീയെ വേൾക്കുവാൻ, വിവാഹം ചെയ്യുവാൻ ഉള്ള സ്വാതന്ത്ര്യം, അവകാശം, നിയമപരമായ അവകാശമുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം. ഒരാൾക്ക് അനിവാര്യമെങ്കിൽ, അനിവാര്യത ഏതൊക്കെ തലത്തിലാണ് എന്നത് മറ്റൊരു ചർച്ചയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ പറഞ്ഞു പടച്ചോൻ, ഇനി ഇവരെ വിവാഹമോചനം ചെയ്യുവാനോ മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടുവാനോ താങ്കൾക്ക് പാടുള്ളതല്ല. ഇവരെ വിവാഹമോചനം ചെയ്യാൻ പാടുള്ളതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ നിയമം. ഈ നിയമം ഇവരുടെ വീക്ഷണപ്രകാരം ഇത് എഴുതുന്നത് ആരാ? പ്രവാചകൻ. ഈ എഴുതുന്ന പ്രവാചകൻ ആരാ? ശ്രീലംബടനായ ഒരു മനുഷ്യൻ. അദ്ദേഹം എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹത്തോട് തന്നെ പറയാണ്, ഇനി നിനക്ക് പുതിയ വിവാഹങ്ങൾ ചെയ്യാൻ പാടില്ല, നിനക്ക് ഇനി ഉള്ള സ്ത്രീകളെ ഈ വാർദ്ധക്യത്തിന്റെ നെല്ലിപ്പടിയിൽ നിൽക്കുന്ന സ്ത്രീകളെ ഒഴിവാക്കുവാനും പാടില്ല എന്ന് അദ്ദേഹത്തോട് പറയുന്നതായി എഴുതുന്നതാരാ? ശ്രീലംബടനായ മനുഷ്യൻ. ഇതേത് യുക്തിബോധമാണ്? ഇതെവിടുത്തെ യുക്തിബോധമാണ്? ഈ യുക്തിബോധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് മറുപടി പറയുക, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾക്ക് യാതൊരു അടിത്തറയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ വിവാഹത്തിന് പിന്നിലും കൃത്യമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഉത്തരവാദിത്തമായി ഏറ്റെടുത്തതായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുകയും ആ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ രംഗത്ത് നീതി പുലർത്തുകയും ചെയ്ത മഹാനായ മനുഷ്യസ്നേഹിയായി മാതൃകായോഗ്യനായിട്ടാണ് ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലയിരുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുക.